എപ്പോഴും നല്ലത് മാത്രം സംഭവിക്കുന്നില്ല. എന്നാൽ സംഭവിച്ചത് എന്തു തന്നെ ആയാലും അതാണ് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിക്കുക. ഈ ലോകത്തിൽ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. എപ്പോഴും കൊടുക്കുന്നവരും എപ്പോഴും വാങ്ങുന്നവരും. വാങ്ങുന്നവർക്ക് നന്നായി കഴിക്കാൻ സാധിക്കും, എന്നാൽ കൊടുക്കുന്നവർക്ക് നന്നായി ഉറങ്ങാനും. മറ്റുള്ളവരുടെ കുറ്റവും കുറവും കാണാനും പറയാനും എല്ലാവർക്കും നല്ല കഴിവാണ്. അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കി സ്വന്തം കുറ്റവും കുറവും മനസ്സിലാക്കാനുള്ള ധൈര്യമാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. ശരിയാണെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിനു വേണ്ടി സംസാരിക്കുമ്പോൾ എത്രയൊക്കെ എതിർപ്പുകൾ നേരിട്ടാലും ധൈര്യത്തോടെ നിൽക്കുക. തോറ്റുപോയാലും ന്യായത്തിന് വേണ്ടിയാണ് എന്നുള്ള സന്തോഷം നമ്മളിലുണ്ടാകും. ജീവിതം ചിലപ്പോൾ വളരെ വിചിത്രമാണ്. നമ്മളെ സഹായിക്കുമെന്ന് കരുതുന്നവർ പോലും നോക്കി നിൽക്കുമ്പോൾ നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്തവർ നമ്മളെ സഹായിക്കാൻ എത്തുന്നത് കാണാം. നമ്മൾ പറയുന്നതും മറ്റൊരാൾ മനസ്സിലാക്കുന്നതും രണ്ടും രണ്ടായി പോകുന്നതാണ് പലപ്പോഴും പല പ്രശ്നങ്ങളുടെയും തുടക്കം. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും തീരുമാനങ്ങളും മാറ്റി നിർത്തിയാൽ നിരാശ മാത്രമായിരിക്കും ഫലം. ജീവിതം നമ്മുടേതാണ്, അപ്പോൾ തീരുമാനവും നമ്മുടേതാകണം. അനുഭവങ്ങളിൽ നിന്നെടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. അഭിനയങ്ങളിൽ വീണ് വീണ്ടും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. വേദനിപ്പിച്ചവർക്ക് ഇനിയും വേദനിപ്പിക്കാൻ ഒരു മടിയും ഉണ്ടാകില്ല. വിഡ്ഢിത്തം കൊണ്ട് വഞ്ചിക്കപ്പെട്ടവരേക്കാൾ ദയ കൊണ്ട് വഞ്ചിക്കപ്പെട്ടവരാണ് കൂടുതലും. കിട്ടിയേ തീരൂ എന്ന ചിന്തയിൽ ആരംഭിച്ച് വേണ്ടിയിരുന്നില്ല എന്ന ചിന്തയിൽ അവസാനിച്ച ആഗ്രഹങ്ങളാവും നമുക്കധികവും ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ വീഴ്ചയാണ്. ആകസ്മികമായി ആരെയും നിങ്ങൾ കണ്ടുമുട്ടാറില്ല. അവിടെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. ഒന്നുകിൽ ഒരു പാഠം, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം. ഞാൻ പറയും, നീ കേൾക്കും എന്നിടത്തല്ല, പറയാൻ അവസരമുള്ളിടത്തും പരസ്പരം കേൾക്കാൻ മനസ്സുള്ളിടത്തുമാണ് ബന്ധങ്ങൾ ആകാശം പോലെ വിശാലമാകുന്നത്. മുഖം നോക്കി മനസ്സ് വായിക്കുന്ന, പറയാതെ തന്നെ നമ്മുടെ നിശബ്ദതയെ മനസ്സിലാക്കുന്ന, തളർന്നു പോകുന്നിടത്ത് കൈത്താങ്ങാകുന്ന ചിലരെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. വാക്കുകളിൽ തരുന്ന സ്നേഹമല്ല, പ്രവൃത്തികളിൽ തരുന്ന സ്നേഹമാണ് വിശ്വസിക്കേണ്ടത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് വാശിയാണ്. നമ്മൾ തോറ്റു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ ജയിച്ചു കാണിക്കണം എന്നുള്ള വാശി. ആത്മവിശ്വാസം ഉണ്ടാവുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഉണ്ടാവുമ്പോഴല്ല, മറിച്ച് എല്ലാ പ്രശ്നങ്ങളും നേരിടുമ്പോഴാണ്. ഓരോരുത്തർക്കും അവരവരുടെ സ്വാർത്ഥതകളുണ്ട്, അത് എത്ര അടുത്ത ബന്ധമാണെങ്കിൽ പോലും. മരണം കൊണ്ടുപോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ, അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരു പിടി നല്ല ഓർമ്മകളുമാണ്. മിണ്ടാൻ ആരുമില്ലാത്തപ്പോൾ തേടി വരുന്നവരെയല്ല, മറിച്ച് മിണ്ടാൻ ഒരുപാട് പേർ ഉള്ളപ്പോഴും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവരെയാണ് ചേർത്തു പിടിക്കേണ്ടത്. നമ്മളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ ഒരിക്കലും ദുഃഖം എന്ന പുസ്തകം തുറക്കരുത്. കാരണം പരിഹാസം എന്ന അർത്ഥമേ ആ വരികൾക്ക് ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞു പോയ ദിനങ്ങളെല്ലാം നല്ലതിനായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, കൈവിട്ടു പോയതൊക്കെ നഷ്ടങ്ങളായിരുന്നു എന്ന് ചിന്തിക്കാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ വിജയം. ഒരു മരത്തിൻ്റെ ജീവൻ അതിൻ്റെ വേരുകളിലാണ്, ഭംഗിയുള്ള പൂക്കളിലല്ല. അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളെയല്ല, നന്മയുള്ള മനസ്സുകളെയാണ് തിരിച്ചറിയേണ്ടതും കൂടെ നിർത്തേണ്ടതും. മുനയൊടിഞ്ഞ് തേഞ്ഞു തീരുമ്പോഴാവും മനസ്സിലാവുക, ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരാനുള്ള വെറും കളർ പെൻസിൽ ആയിരുന്നു നമ്മളെന്ന്. തെറ്റ് ചെയ്യുന്നവർക്ക് സത്യം ഒളിപ്പിച്ച് വയ്ക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും. പക്ഷേ സത്യം പറയുന്നവന് ഒളിപ്പിച്ച് വയ്ക്കാൻ ഒന്നും തന്നെ ഉണ്ടാവില്ല. തണൽ നൽകിയ വൃക്ഷങ്ങളെല്ലാം വെയിൽ കൊണ്ടിട്ടുണ്ട്. ഫലം നൽകിയ വൃക്ഷങ്ങളെല്ലാം കല്ലേറ് കൊണ്ടിട്ടുണ്ട്. സ്നേഹം നൽകിയ മനുഷ്യരെല്ലാം ഹൃദയം പൊട്ടി കരഞ്ഞിട്ടുമുണ്ട്. മനോഹരമായ 1000 മുഖങ്ങളേക്കാൾ ഹൃദയം മികച്ചതാണ്. അതിനാൽ മുഖത്തേക്കാൾ മനോഹരമായ ഹൃദയമുള്ള ആളുകളെ
തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ നൊമ്പരങ്ങൾ ചിലപ്പോൾ ചിലരിൽ ചിരി പടർത്തിയേക്കാം. എന്നാൽ നിങ്ങളുടെ ചിരി ഒരിക്കലും മറ്റുള്ളവർക്ക് നൊമ്പരമാവരുത്. ഹൃദയം ഒരു വിചിത്രമായ ജയിലാണ്. അവിടെ കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുന്നില്ല, എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു.